അടുത്ത യാത്ര കൊല്ലത്തുകാരുടെ നാവിൽ ഹോട്ടൽ ഭക്ഷണത്തിന്റെ ആദ്യാക്ഷരം കുറിച്ച മീരാൻ സാഹിബിന്റെ കടയിലേക്ക്. അതേ കൊല്ലത്തിന്റെ സ്വന്തം മട്ടൻ കടയിലേക്ക്. കൊല്ലത്ത് നിന്ന് അരുൺ രാജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമുക്ക് പോകാനുള്ള വണ്ടി എത്തി. ഇതിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. 2 എഴുത്താണിക്കട. നമ്മൾ കുണ്ട്രയിൽ നിന്ന് കയറി യാത്രയാണ്. അങ്ങനെ കേരളപുരം ജംഗ്ഷൻ, കൊല്ലം ജില്ലയുടെ കേരളപുരം ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെയാണ് എഴുത്താണിക്കട. എഴുത്താണിക്കടയിൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് കൊല്ലത്തുകാർക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ: മട്ടൻ. എഴുത്താണിക്കടയിലെ മട്ടനും പൊറോട്ടയും അത് എക്കാലവും ഫേമസ് ആണ്. അത് സ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടം മുതൽ ഈ സമയം വരെ പൊറോട്ടയ്ക്കും മട്ടനും പ്രത്യേക രുചിയാണ്. കാണാം, വെട്ടുകേക്കാണ് മറ്റൊരു പ്രത്യേകത. കമോൺ. നിരയിട്ട പലകവാതിലും ഓട്ടുപുരയും കൊല്ലത്തിന്റെ രുചിക്കൂട്ടിൽ എഴുത്താണിക്കട സ്ഥാനം പിടിച്ചിട്ട് ഒരു മനുഷ്യായുസ് പിന്നിടുന്നു. നല്ല രുചിയുള്ള ഭക്ഷണം അതെവിടെ കിട്ടിയാലും തേടിപ്പിടിച്ച് കഴിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. കൊല്ലത്തെത്തിയാൽ ഏതൊക്കെ വിഭവങ്ങൾ കഴിക്കണമെന്ന് ചോദിച്ചാൽ അതിൽ ആദ്യത്തെ ചോദ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ചോദ്യത്തിനുള്ള ആദ്യത്തെ ഉത്തരം ഒന്നായിരിക്കും എഴുത്താണിക്കടയിലെത്തി പൊറോട്ടയും മട്ടനും കഴിക്കണമെന്ന്. മറ്റൊന്നുണ്ട് വെട്ടുകേക്ക്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മദ്രാസ് റെജിമെന്റിന്റെ ഭാഗമായി യുദ്ധം ചെയ്ത മീരാൻ സാഹിബാണ് കൊല്ലം കേരളപുരത്ത് എഴുത്താണിക്കട ആരംഭിക്കുന്നത്. ദോശയും പുട്ടും ഉരുളക്കിഴങ്ങ് കറിയും സാമ്പാറുമായിരുന്നു ആദ്യം വിളമ്പിയിരുന്നത്. വർഷങ്ങൾ പിന്നിട്ടതോടെ വിഭവങ്ങൾ മാറി. കോയിൻ പൊറോട്ടയും ഒറ്റ നോട്ടത്തിൽ മനം കവരുന്ന മട്ടൻ കറിയും എഴുത്താണിക്കടയുടെ ടേബിളിൽ ഇടം പിടിച്ചു. അത് 48-ലാണ് വാപ്പ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നത്തെ വിഭവം തന്നെ ഇന്നുകൊണ്ട്. പുതിയ ഒരു ഐറ്റവും ഇല്ല. എല്ലാം നമ്മുടെ കടയിൽ തന്നെ ഉണ്ടാകുന്ന ഐറ്റം. പുറത്തുനിന്നൊന്നും എടുക്കാറില്ല. നമ്മുടെ വീട്ടിൽ വെക്കുന്ന പോലെ അങ്ങ് കുക്ക് ചെയ്യുന്നതേ ഉള്ളൂ. അതിനകത്ത് ഒരു കെമിക്കലും നമ്മൾ ഉപയോഗിക്കാറില്ല. നല്ല മുട്ട നമ്മൾ നോക്കി മേടി, ഇത്രയേ ഉള്ളൂ. വലിയൊരു ചില്ലുകൂട്ടിൽ നിറയെ വെട്ടുകേക്കുകൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു ദിവസം ഏകദേശം 4000 വെട്ടുകേക്കുകൾ കടയിൽ വിറ്റഴിക്കും. വിഭവങ്ങളുടെ രുചിയുടെ റെസിപ്പി എന്തെന്ന് ചോദിച്ചാൽ കടയുടമയായ ഹക്കീമിക്ക ഇങ്ങനെ പറയും: ഈ കേക്കും പണ്ട് നമ്മൾ പറഞ്ഞ കണക്ക് ചായക്കടകളിൽ ഈ സർവ്വ എണ്ണ പലഹാരങ്ങളും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മുടെ കടയിൽ മിച്ചം വന്ന് നിൽക്കുന്ന കേക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള കേക്കാണ്. ഇത്തിരി അളവിൽ കൂടുതൽ വിൽക്കുകയും ചെയ്യും. കൃത്രിമമായ പദാർത്ഥങ്ങളൊന്നും എഴുത്താണിക്കടയിൽ ഉപയോഗിക്കാറില്ല. ഫ്രിഡ്ജില്ല, ഫ്രീസറുമില്ല. ഒരു പ്ലേറ്റിൽ ചൂടോടെ ആവി പറത്തി മട്ടൻ കറിയും പത്തിരിയുടെ വലുപ്പത്തിലുള്ള സോഫ്റ്റായ കോയിൻ പൊറോട്ടയും എത്തി. പിന്നാലെ പപ്പടവും വെട്ടുകേക്കും ഒരു പ്ലേറ്റ് സവാള സാലഡും എത്തി. ഇതാണ് കോമ്പിനേഷൻ. ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് ഈ പൊറോട്ടയ്ക്കൊപ്പമുള്ള പപ്പടം. ഈ പൊറോട്ടയും പപ്പടവും കൂടി പിടി പിടിക്കാം. ഒരു രക്ഷയില്ല കേട്ടോ, പൊളിയായിരിക്കാം. മട്ടൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ സൂപ്പറാണ്. സ്ലോ കുക്കറാണ്. ഏലക്കയുടെ ഒക്കെ ടേസ്റ്റ് നല്ല മനോഹരമായിട്ട് നമുക്ക് നാവിൽ അറിയുന്നുണ്ട്. വെട്ടുകേക്കിന്റെ മധുരവും മട്ടൻ കറിയുടെ എരിവും കൂടിയാകുമ്പോൾ രുചി കേമം. ചോറില്ല, ബിരിയാണിയില്ല, ചിക്കൻ കറിയില്ല, ബാർബിക്യൂവുമില്ല. മട്ടൻ കറിയുടെ രുചിക്ക് പിന്നിലെ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ ഉത്തരം ഇങ്ങനെ: പച്ചമുളക്, സവോള, കൊച്ചുള്ളി, ഇത് 3 ഐറ്റവും കൂടെ എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് ഇപ്പം എണ്ണയ്ക്കിടക്കുക. ആ ഒരു മായമല്ല. മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞപ്പൊടി,
ഇതൊന്നും ഈ കടയിൽ ഇന്ന് വരെ പാക്കറ്റ് മേടിച്ചിട്ടില്ല. നമ്മൾ തന്നെ മേടിക്കുന്നു, നമ്മൾ തന്നെ പൊടിക്കുന്നു, നമ്മൾ തന്നെ ഉപയോഗിക്കുന്നു, ഏലക്ക ഉൾപ്പെടെ. കൊല്ലത്ത് പോയതാ, വരുന്ന വഴിക്ക് ഇവിടെ കയറി കേക്ക് കഴിക്കാൻ വേണ്ടി നിർത്തിയതാ. കേക്ക് കഴിക്കാൻ വേണ്ടി മാത്രം കയറി. നിർത്തിയതാ. ഗുഡ്. ഞാൻ ഇതുവഴി പോകുമ്പോഴെല്ലാം ഇവിടെ കയറാറുണ്ട്. പൊറോട്ടയും മട്ടനും കഴിച്ച് നല്ല ഭക്ഷണമാണ്. അങ്ങനെ കൊല്ലത്തിന്റെ രുചിവൈവിധ്യങ്ങളിൽ എഴുത്താണിക്കട പഴമയുടെ രുചിപ്രൗഢിയോടെ നിലകൊള്ളുകയാണ്. 75 വർഷങ്ങൾക്ക് ഇപ്പുറവും നാവിൽ രുചിയുടെ താളമേളം തീർക്കുകയാണ് എഴുത്താണിക്കടയിലെ മട്ടനും വെട്ടുകേക്കും. കൊല്ലം എഴുത്താണിക്കടയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ രാജ്കിരനും ശ്രീകാന്തിനുമൊപ്പം അരുൺ രാജ്, 24. കണ്ട് നാവിലിങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല.